അതിൻ്റെ ഭാഗമായിട്ട് നിയമവ്യവസ്ഥ വെച്ചിട്ട് ചില പഴയ മൂല്യങ്ങളെ നമ്മൾ നീട്ടിവെക്കുകയാണ്, പാടില്ല. നമ്മൾ 13 വയസ്സുള്ള ഒരു കുട്ടീനെ കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുമോ, കഴിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുമോ? ഭയങ്കര ഷോക്കിംഗ് ആണ്. ഇപ്പം എൻ്റെ കുട്ടികൾക്ക് തന്നെ ഞാൻ 21 വയസ്സിൽ കല്യാണം കഴിഞ്ഞെന്ന് പറയുമ്പോൾ അവർക്ക് ഇങ്ങനെ സങ്കടം വരും. പിന്നെ അവർക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല, അത്രയും ചെറിയ പ്രായമായിട്ട് അവർക്കത് തോന്നുന്നത്. മനസ്സിലായോ? അപ്പോൾ ഓരോ കാലങ്ങൾ പ്രോഗ്രസ് ചെയ്യുന്നതിനനുസരിച്ച് ഇന്നലെ വരെ നിന്നത് ശരിയല്ല. അപ്പോൾ ഇന്നലെ നിന്ന് ശരിയല്ലാത്തതിനെ തള്ളിക്കളയ തന്നെയാണ് വേണ്ടത്. അല്ലാണ്ട് ഇന്നലെ അത് ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ പിടിച്ചു വലിച്ച് കൊണ്ടുവരേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ മനുഷ്യൻ അങ്ങനെയും കൂടി പരിഷ്കരിക്കപ്പെട്ട് പോകണം. അപ്പം നമുക്ക് ഈ പ്രണയത്തിനെ കുറിച്ച് മനസ്സിലാക്കാനും അത് തുറന്ന് പറയാനും എനിക്ക് തോന്നുന്നു പിള്ളേർക്കൊക്കെ അവരെ പ്രണയം സ്വന്തം അച്ഛനമ്മമാരോട് പറയാൻ പറ്റണം. ആ കുട്ടികൾ ഒരു കള്ളത്തരത്തിലൂടെ കടത്തിവിടേണ്ട കാര്യമില്ല. അവരെ പ്രണയം സ്വന്തം അച്ഛനമ്മ, അവരെ അതിൻ്റെ ക്രൈസിസ് സ്വന്തം അമ്മമാരോട് പറയാൻ പറ്റണം. ആ രീതിയിലുള്ളൊരു സൗഹൃദത്തിനുള്ള സ്പേസ് ഉണ്ടാകുമ്പോൾ തന്നെ ബന്ധങ്ങളിലൊരു ഊഷ്മളത കൂടും. ഇത് നമ്മൾ ഈ ഭയങ്കര ശ്വാസം മുട്ടിയിട്ടാണ് ജീവിക്കുന്നത് എല്ലായിടത്തും. അതുകൊണ്ടാണ് ഈ വയലൻസ് ട്രിഗർ ചെയ്യുന്നത്. അപ്പോൾ ഈ വയലൻസ് ട്രിഗർ ചെയ്യാതിരിക്കാൻ വേണ്ടുന്നത് സ്നേഹവും അണ്ടർസ്റ്റാൻഡിങ്ങും.